السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ഇനി നിസ്കാരത്തിൻ്റെ കറാഹത്തുകൾ ഓരോന്നിങ്ങനെ എണ്ണി പറയാണ്. ഇമാമ് മെഹ്റാബിലോ അല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഭൂമിയിലോ ഒറ്റക്ക് നിൽക്കൽ കറാഹത്താണ്. ഖിയാമുൽ ഇമാമി ഫിൽ മെഹ്റാബി, ഇമാമ് മെഹ്റാബിൽ നിൽക്കുക, അല്ലെങ്കിൽ അല മക്കാനി, ഒരു ഉയർന്ന സ്ഥലത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഭൂമിയിൽ ആരും കൂടല്ലാതെ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾ നിസ്കരിക്കാറില്ലല്ലോ, അപ്പോൾ ജമാഅത്ത് നിസ്കാരാണെന്ന് തോന്നിപ്പോവും. അപ്പോൾ അത് കറാഹത്താണ്. ആളുകൾക്ക് അല്ല, ഒറ്റക്ക് നിൽക്കാന്നല്ലേ. ഔ അല മക്കാനിൻ ഔ അലൽ അർളി വഹദഹു, ഒറ്റക്ക് നിൽക്കുക. ഒരാൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ കറാഹത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ. ഒരാൾ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾ ജമാഅത്തായിട്ടാണോ അല്ല ഇമാമായിട്ടാണോ എന്നുള്ളൊരു അവ്യക്തത വരുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആരുമില്ലാതെ ഒറ്റക്ക് മേറാബ് നിൽക്കരുത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലത്ത് ഇമാമും മാമുമൊക്കെ താഴ്ന്ന് ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരാൾ ഒറ്റക്ക് മുകളിൽ നിന്ന് നിൽക്കുമ്പോഴേ അത് ഇമാമാണോ അല്ലേ എന്നുള്ളൊരു അവ്യക്തത വരൂലേ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കൂടെ ഒരാൾ വേണമെന്നർത്ഥം. അല്ല, അത് മെഹ്റാബിൻ്റെ എന്താ ഈ മെഹ്റാബ് എന്ന് പറയാൻ കാരണം എന്താ? അത് ശൈത്താനോട് മുഹാറബത്ത് ഹർബ് ചെയ്യണ സ്ഥലമാണ്. ശൈത്താനോട് ഇബാദത്ത് എടുക്കുന്ന സ്ഥലമാണെന്നാണല്ലോ മെഹ്റാബ് പറഞ്ഞാൽ. ഇബാദത്ത് എടുക്കുന്ന സ്ഥലമാണ് മെഹ്റാബ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പിശാച്ചിനോടുള്ള ജിഹാദാണ്, ഹർബാണ്, യുദ്ധാണ്. യഹ്യാ നബി പറഞ്ഞിട്ടില്ലേ ഫിൽ മെഹ്റാബ് എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞില്ലേ. നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലത്തിനാണ് മെഹ്റാബ് എന്ന് പറയലേ. ഖുർആനിലുണ്ടല്ലോ മെഹ്റാബ് എന്നുള്ള പ്രയോഗം. ഫനാദാ ഫിൽ മെഹ്റാബി എന്ന് എന്താ ആയത്ത് ഖുർആനിലുണ്ടല്ലോ. അതുള്ളൂ നമ്മുടെ പഴയ കാലത്തൊക്കെ ഉണ്ട്. വനാദതുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബി അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. അതാണ് പറയുന്നത്. മറിയം ബീവിനെ സക്കരിയ ഏറ്റെടുത്തു. സക്കരിയ നബി പറഞ്ഞു എനിക്കൊരു കുട്ടിനെ തരണം എന്ന് പറഞ്ഞു. അപ്പം മലക്കുകൾ വിളിച്ചു പറഞ്ഞു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ ഇങ്ങനെ നിസ്കരിക്കായിരുന്നു. മലക്കുകൾ വിളിച്ചു പറഞ്ഞു അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യ, അള്ളാഹു നിങ്ങൾക്ക് യഹ്യ എന്നുള്ള കുട്ടീനെ ഇതാ തരാൻ പോവാണ് എന്ന് പറഞ്ഞു. അവിടെ മിഹ്റാബ് എന്ന് പറഞ്ഞ ആ പ്രയോഗമാണത് കേട്ടോ. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു സ്വകാര്യ സ്ഥലത്തിനാണ് മിഹ്റാബ് എന്ന് പറയാം. ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബി ഫൗഹാ അലൈഹിം അൻ സബ്ബിഹു ബുക്റതൻ വഅസീല. കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. മറിയം ബീവിനെ കുറിച്ച് പറയുന്നുണ്ട്. പോട്ടെ. അപ്പോൾ സ്ഥലം ഉണ്ടെങ്കിലാ പറഞ്ഞ, സ്ഥലം ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, കറാഹത്തുമില്ല. വൽ ഖിയാമു ഖൽഫ സഫിൻ ഫീഹി ഫുർജത്തുൻ, മറ്റൊരാൾക്ക് നിൽക്കാൻ ഇടമുണ്ടായിട്ടും ആ സഫിൻ്റെ പിന്നിൽ സഫ് കെട്ടുന്നത് കറാഹത്താണ്. വൽ ഖിയാമു ഖൽഫ സഫിൻ, ഒരു സഫിൻ്റെ പിന്നിൽ നിൽക്കൽ കറാഹത്താണ്. ഏത് സഫ്? ഫീഹി, അതിലുണ്ട് വേറെ ആൾക്ക് നിൽക്കാൻ ഫുർജത്തുൻ, ഇടവുണ്ട്, ഒഴിവുണ്ട്. അവിടെ നിൽക്കാതെ അടുത്ത സഫിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ സഫിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? പിശാച്ച് അവിടെ കയറിക്കൂടും. അത് ഒഴിവാക്കാനാണ് ഈ പറയുന്നത്. ലബ്സു സൗബിൻ ഫീഹി തസാവീറു, ചിത്രങ്ങളുള്ള
റൂഹുള്ള സാധനങ്ങളുടെ ചിത്രങ്ങളുള്ള സൂറത്തുകളുള്ള വസ്ത്രം ധരിക്കലും കറാഹത്താണ്. അതൊക്കെ ബിംബാരാധകനോട് തുല്യമാകുക എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉള്ളത്. വായക്കൂന ഫൗഖറസിഹി ഔ ഖൽഫഹു ഔ ബൈന യദൈഹി ഔ ബിഹിദായിഹി സൂറത്തുൻ. ഇനി വസ്ത്രം പോട്ടെ, അവൻ്റെ തലക്ക് മുകളിലോ അവൻ്റെ പിന്നിലോ, ബൈന യദൈഹി മുന്നിലോ, ഔ ബിഹിദായിഹി അല്ലെങ്കിൽ അവൻ്റെ നേരെയോ. അവൻ്റെ നേരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജമാഅത്തെ നിസ്കരിക്കുമ്പോൾ ഇടത്തും വലത്തുമൊക്കെ മൗമൂമികൾ നിൽക്കുകയല്ലേ, അതിനാ നേരെ എന്ന് പറയാം. അവിടെയൊക്കെ എന്തെങ്കിലും ജീവിൻ്റെ ചിത്രം ഉണ്ടാവുക ഒക്കെ അതിനോട് തുല്യമാണ്, ഇബാദത്തെടുക്കുന്നതിനോട് തുല്യമാണ്. മുന്നിലാണ് ശക്തമായ കറാഹത്ത്. ഇല്ലാന്തക്കൂന സഗീറത്തൻ, അത് കാണാനൊന്നും പറ്റാത്ത ചെറിയതാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ സ്വർണ്ണ നാണയം വെള്ളി നാണയത്തുമലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, സാധാരണ ഇബാദത്തെടുക്കാറില്ലല്ലോ. ഇബാദത്തെടുക്കുന്ന സാധനം കുറച്ച് വലുതല്ലേ ഉണ്ടാകുക. അപ്പോൾ രാജാവിൻ്റെ ചിത്രമൊന്നുമുള്ള കോയിൻസോ നോട്ടോ ഒന്നും അതിൽ പ്രശ്നമില്ല എന്നർത്ഥം. അന്നങ്ങനെ നോക്കിയാൽ കാണൂല. ഔ മഖ്തു അത്തറസി, അല്ലെങ്കിൽ തല ഛേദിക്കപ്പെട്ടതാണെങ്കിൽ ഒഴികെ അപ്പോഴും കറാഹത്തില്ല. തല അല്ലാതൊരു സാധനത്തിന് ഇബാദത്തെടുക്കൂലല്ലോ. ഔ ലിഗൈരി ദി റൂഹിൻ, അല്ലെങ്കിൽ മരം പോലെയുള്ള ജീവനില്ലാത്ത വസ്തുവിൻ്റെതാണെങ്കിലും ഒഴികെ. ജീവനുള്ളതിനെ ആരാധിക്കൂല, ജീവനില്ലാത്ത മരത്തിനൊന്നും ആരാധിക്കൂല. വായക്കൂന ബൈന യദൈഹി തന്നൂറുൻ ഔ കാനൂനുൻ ഫീഹി ജംറുൻ, തീക്കട്ടയുള്ള കാനൂനോ അടുപ്പോ മുന്നിലുണ്ടായിരിക്കുക നിസ്കരിക്കൽ കറാഹത്താണ്. അതൊക്കെ തീയാരാധനയ്ക്ക് തുല്യമായിട്ട് വരികയാണതേ. മുന്നിൽ തീ വെച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് നമ്മളെ ഉദ്ദേശം ഉണ്ടോയെന്നുള്ളതല്ല, അതിനോട് സാദൃശ്യം ഉണ്ടോയെന്നാണ് അപ്പോൾ നമ്മൾ നോക്കണത്. ഔ യകൂന ബൈന യദൈഹി, അല്ലെങ്കിൽ അവന് മുന്നിലുണ്ടാവുക, നിസ്കരിക്കുന്നവന് മുന്നിലുണ്ടാവുക. എന്തുണ്ടാവുക? തന്നൂറുൻ, അടുപ്പില്ലേ, അല്ലെങ്കിൽ കാനൂന്, തീ കത്തിക്കണ ഒരു സാധനം. തീ കത്തിക്കൂലേ, ചൂട് തണുപ്പൊക്കെ ഉണ്ടാവും, ബൈന കാനൂന് എന്ന് പറയാം. ഫീഹി ജംറുൻ, അതിൽ തീക്കട്ടയുണ്ട്. അത് മജൂസികളെ ഇബാദത്തിനോട് തുല്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഔ ഖൗമുൻ നിയാമുൻ, അല്ലെങ്കിൽ മുന്നിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഉറങ്ങുന്ന ആൾക്കാർ മുന്നിലുണ്ടാകുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കീഴ്വായൊക്കെ പുറപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവനെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കീഴ്വായോ മറ്റോ ഒക്കെ ശബ്ദത്തിൽ പുറപ്പെടുമ്പോൾ ഇവൻ അറിയുമ്പോൾ അവനൊരു ലജ്ജ ഉണ്ടാവില്ലേ. അങ്ങനെ ലജ്ജ ഉണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഔ മസ്ഹുൽ ജബ്ഹത്തി മിൻ തുറാബിൻ ലാ യദുറുഹു ഫീ ഖിലാലി സ്വലാത്തി, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെറ്റിയിൽ കുറച്ച് മണ്ണായി, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ആ മണ്ണ് തുടക്കാൻ നിൽക്കരുത്. അതൊക്കെ ഒരു അധിക പ്രവൃത്തിയല്ലേ. ഓ മസ്സുൽ ജബ്ഹത്തി മിൻ തുറാബിൻ, നെറ്റി മണ്ണ് തുടച്ച് കളയൽ, എങ്ങനത്തെ മണ്ണില്ല യദുറുഹു, അതുകൊണ്ട് അവന് ബുദ്ധിമുട്ടൊന്നുമില്ല. എവിടെ തുടക്കുക, എപ്പോൾ തുടക്കുക? നിസ്കാരത്തിനിടയിൽ. ഫീ ഖിലാലി സ്വലാ. وتعيين سورة لا يقرأ غيرها إلا ليسر عليه تبركا بقراءة النبي صلى الله عليه وسلم, അല്ലെങ്കിൽ എല്ലാ റക്അത്തിലും ഒരു സൂറത്ത് തന്നെ ഓതുക. ഫാത്തിഹ അല്ലാതെ ഒറ്റ സൂറത്ത് എപ്പോഴും. തഅയീനു സൂറ ലാ യഖറഉ, വേറൊന്നും ഓതുന്നില്ല. കാരണം ഒരു സൂറത്ത് ഓതിൽ പുണ്യം ഉണ്ടായതുകൊണ്ടല്ല, മറ്റേ സൂറത്തുകളൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷണക്കേടുണ്ടല്ലോ ഇതിൽ. ഒന്നെന്നെ എടുക്കുമ്പോൾ മറ്റേന് പന്താ കോരായ എന്നുള്ള. നമ്മൾ ഒരാളെ തന്നെ ബഹുമാനിക്കും, മറ്റേ ആളെ ബഹുമാനിക്കണില്ല എന്നൊരു തോന്നൽ വരുമല്ലോ, ഉണ്ടാവില്ലേ? അങ്ങനെ മാറ്റി ഇങ്ങനെ ഓതിയാൽ മതി. ഒന്നെന്നെ നിർണ്ണയിക്കുക, എപ്പോഴും ഖുലു അല്ലാഹു, അതിങ്ങനെ മാറ്റി ഓതണം. ഇല്ലാതെ യുസ്രിന്, അത് എളുപ്പമായതുകൊണ്ടാണെങ്കിലും ഒഴിക്കുക, അത് ഓതാനാണ് എളുപ്പമെങ്കിലും ഓക്കെ. ഔ തബറക്കും ഖിറാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിറാഅത്ത് കൊണ്ട് ബർക്കത്ത് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഒഴിയുക. അപ്പോൾ കുഴപ്പമില്ല. നബി തങ്ങൾ എന്തായിട്ടുണ്ട്, അങ്ങനെ ഓതിയിട്ടുണ്ട്. ആ ഖിറാഅത്ത് തന്നെ ഞാൻ ഓതട്ടെ എന്ന് ബർക്കത്ത് എടുത്തിട്ടോ, അല്ലെങ്കിൽ അത് എളുപ്പമായതുകൊണ്ടൊക്കെ ആണെങ്കിൽ, കാരണം വേറൊന്നും കാണാതെ പഠിച്ചിട്ടുണ്ടാവില്ല, മറ്റേ തെറ്റും. അതായത് അത് മാറ്റി തന്നെ നല്ലത്, അതിന് കുഴപ്പമൊന്നുമില്ല. നിമിത്തങ്ങളൊക്കെ മാറ്റി ഓതിയൊക്കെ തന്നെയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ സജദ സൂറത്ത് ഓതും. അപ്പോൾ സജദ സൂറത്തിൻ്റെ ബർക്കത്ത് നബി ഓതിയിലേന്ന് എഴുതിയിട്ട് ബർക്കത്ത് എടുക്കുക.
അല്ലെങ്കിൽ സുബൈ സൂറത്തിൽ സൂറത്ത് റൂം ഓതിയിരുന്നു നബി തങ്ങൾ, സുബൈക്ക് യാസീൻ ഓതിയിരുന്നു, സുബൈ നിസ്കാരത്തിൽ വാക്യ ഓതിയിരുന്നു. അങ്ങനെ ഖുൽ റബ്ബിൽ ഫലഖ് റബ്ബിൻ നാസും അങ്ങനെയൊക്കെ പലതും ഓതിയിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യൂസുഫൊക്കെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈ നിസ്കരിച്ചു. ഏറ്റവും ചെറിയ 2 സൂറത്ത് ഓതിയത്. ഏറ്റവും ചെറിയ 2 സൂറത്ത് ഓതിയെന്ന് മാത്രമല്ല, വളരെ വേഗത്തിൽ നിസ്കരിച്ച് തീർക്കുകയും ചെയ്തു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിൽക്കാറ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സമീഅതു ബുകാ സബിഹി ഖൽഫി ഫീ സഫിൻ നിസാ അറത്തു അൻ ഉഫ്രിഖ ലഹു ഉമ്മഹു. നീ പെണ്ണുങ്ങളെ സഫിൽ ഒരു പെൺകുട്ടി അല്ല ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടില്ലേ? ആ ഉമ്മാക്ക് ആ കുട്ടീനെ കിട്ടാനായിട്ട് വിഷമം ഉണ്ടാകും, കുട്ടിക്ക് ഉമ്മാനെ കിട്ടാനായിട്ട് വിഷമം ഉണ്ടാകും. അതിനു വേണ്ടി ഞാൻ നിസ്കാരം ചുരുക്കിയതാണ്. അങ്ങനെ റസൂലുള്ള പല സൂറത്ത് ഓതി. സൂറത്തുൽ ഖാഫ് ഓതിയിട്ടുണ്ട്, ലൈലിദായോസ് ഓതിയിട്ടുണ്ട്, വല്ലാസ്രി ഓതിയിട്ടുണ്ട്, സുബൈസ്മ റബ്ബിക്കൽ ആല ഓതിയിട്ടുണ്ട്. അങ്ങനെ പലതും സുസമായ വത്താരിഖ് ഓതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ദാരിയാത്ത് ഓതിയിട്ടുണ്ട്. പല റിപ്പോർട്ടുകളുമുണ്ട്. അല്ലാഹ് وترك اتخاذ سترة في محل يظن فيه المرور فيه بين يدي المصلي. ആൾക്കാർ നടക്കണോടത്ത് എന്താക്കരുത്, നിസ്കരിക്കുമ്പോൾ മുന്നിൽ മറവാണല്ലോ. ആൾക്കാർ നടന്നു പോകുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് മറയിടാൻ പാടില്ല എന്ന്. അതൊരു ബുദ്ധിമുട്ടാക്കലല്ലേ ആൾക്കാരെ. മറട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നോട്ട് നടക്കാൻ പറ്റൂലല്ലോ. തെർക്കുത്തിഹാദി സുത്രത്തിൻ, ഒരു മറ വെക്കൽ കറാഹത്താണ്. മറ വെക്കാതിരിക്കൽ അങ്ങനല്ല, ഞാൻ പറഞ്ഞു മാറിയിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ മുന്നുകൂടെ കടന്നു പോകുമെന്ന് തോന്നുന്ന സ്ഥലത്ത് മറ വെക്കാതിരിക്കൽ കറാഹത്താണ്. ഞാൻ തെർക്ക് കണ്ടിട്ടില്ല, തെർക്ക് എന്നുള്ള വാക്ക്. ഇക്കറവ് തെർക്കുത്തിഹാദി സുത്രത്തിന്, ഒരു മറ വെക്കാതിരിക്കൽ കറാഹത്താണ്. ഇങ്ങനത്തെ മറ ഫീ മഹലിന്, ഒരു സ്ഥലത്ത്. യുലന്നുൽ മുറൂർ ഫീഹി ബൈന യദൈൽ മുസ്ലിം, നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ ആളുകൾ കടന്നു പോകുമെന്ന് വിചാരിക്കുന്ന, നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ ആളുകൾ കടന്നു പോകുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് മറ വെക്കാതിരിക്കൽ കറാഹത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു മറയിലേക്ക് നിസ്കരിക്കട്ടെ. ഇദാ സ്വല്ലാ അഹദുക്കും ഫല്യുസല്ലി ഇലാ സുത്ര, ഒരു മറയിലേക്ക് നിസ്കരിക്കട്ടെ. വലാ യദഉ അഹദൻ യമുറു ബൈന യദൈഹി, മുന്നിലൂടെ നടന്നു പോകാൻ ആരെയും അവൻ വിട്ടേക്കരുത് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം വെറുതെ ഒരു ഹറാമ് ചെയ്യിപ്പിക്കാൻ നമ്മൾ കാരണമാകരുതല്ലോ. ആൾക്കാർ നടന്നു പോകുന്ന വിചാരിക്കുന്നിടത്ത് മറച്ചാൽ ആ കറാഹത്ത് നമുക്ക് വേറെ ആൾക്കാർക്ക് കുറ്റവും തെറ്റും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. നമ്മൾ മാത്രം തെറ്റുന്ന ഒഴിവായ പോരല്ലോ, നമ്മൾ കാരണമായിട്ട് വേറുള്ളവർ തെറ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഇപ്പം നിങ്ങൾ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറയുന്ന ഒരു കാര്യത്തിന് വല്ലാതെ ഗീബത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കേസായിരിക്കും. പിന്നെ അതവിടെ ഒഴിവാക്കിയാൽ വേറെയുള്ള ആൾക്കാർ ഗീബത്ത് പറയാമെന്നുള്ള ആ കുറ്റത്തിൽ നിന്ന് നമുക്ക് അയാളെ ഒഴിവാക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ കിതാബിലുണ്ട്, ഗസാലി ഇമാമൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഹറാമൊന്നും ആവില്ല, അത് എൻ്റെ ശീലമാണത്, ഞാൻ ഇഷ്ടം പോലെ. അതൊരു നല്ല ശീലമൊന്നും അല്ലാണോ? ആളുകൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ആക്ഷേപിക്കും. അപ്പം ഇങ്ങനെ ആക്ഷേപിക്കാൻ കുറ്റം പറയുമ്പോൾ ഗീബത്ത് അറിയാമെന്നുള്ള ഹറാം ഒലിക്ക് വരികയല്ലേ. എന്തിനാ നമ്മളെ പേന് കാരണമാണ്, എന്നാൽ പിന്നെ ആ ശീലമായിട്ട് മാറ്റിയാൽ പോരെ. സൽസ്വഭാവം ഉണ്ടെങ്കിൽ ആരും കുറ്റം പറയില്ലല്ലോ. എല്ലായിടത്തും കയറി അഭിപ്രായം പറയുന്ന സ്വഭാവമുണ്ട്. എവിടെയോ അവിടെ ആരും ചോദിച്ചോ അഭിപ്രായം ചോദിച്ചില്ല എന്നുള്ളതൊന്നുമില്ല. വെറുതെ നമുക്കോട്ടെ അഭിപ്രായക്കാരൻ അങ്ങോട്ട് പറയാം. അപ്പോൾ ആൾക്കാർ ആ ചങ്ങായി എവിടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. അഭിപ്രായം പറയൽ തെറ്റായിട്ടല്ലേ ഈ പറഞ്ഞത്, എന്നാലും ഈ പറയിപ്പിക്കണ്ടല്ലോ വെറുതെ. അപ്പം ഇങ്ങനെ നമ്മളെ അഭിപ്രായം പറഞ്ഞ മാതിരി തെറ്റ് നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോഴും വരുമല്ലോ ആൾക്കാർക്ക്. ഫസ്ലുൻ ഫിത്തിഹാദി സുത്രത്തി വദഫ്ഇൽ മാറി ബൈന യദൈൽ മുസല്ലി ഇദാ ലന്ന, മറ വേണം. നിസ്കരിക്കുന്നവന് മുന്നിലൂടെ ഏതെങ്കിലും കടന്നു പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവനെ തടുക്കലും സുന്നത്താണ്. ഇദാ ലന്ന മുറൂറഹു ഇസ്തഹബ്ബു ലഹു,
അവൻ്റെ മുന്നോട് ഒരാളിങ്ങനെ നടന്നു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉസ്തഹബ് ലഹു അൻ യുഗ്രിസ സുത്രത്തൻ, ഒരു മറ അവൻ്റെ മുന്നിൽ നാട്ടിവെക്കൽ, കുഴിച്ചിടൽ സുന്നത്താണ്. ഖറസാറിനെ കുഴിച്ചിട്ടു, ഒരമ്പോ വടിയോ എന്തോ ആട്ടെ. വാൻ തക്കൂന തൂല ദിറാഇൻ ഫസായിദൻ, അതിന് എത്ര നീളം വേണം, ഒരു മുഴോ അതിൻ്റെ കൂടുതലോ, ഫസായിദൻ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലോ ആയിരിക്കലും സുന്നത്താണ്. സി ഗിലദിൽ അസ്ബായി, ഒരു വിരലിൻ്റെ വണ്ണമൊക്കെ വേണം കേട്ടോ പറയാം. ചറ്റ് ചെറിയ നൂലാക്കിയാൽ പോരാ, ഒരു വിരലിൻ്റെ വണ്ണത്തിലുള്ള ഗിലദ് പറഞ്ഞ വണ്ണം. അപ്പോഴല്ലേ ഈ പോണ ആൾക്കാർക്ക് അത് കാണാൻ പറ്റുള്ളൂ. ആ, അതാണ് അങ്ങനെ പറയാൻ കാരണം. അല്ലാതെ ഇപ്പോൾ ഹദീസിലുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊക്കെ ഇപ്പോൾ ഹദീസ് വേണ്ട. വിധങ്ങൾ വടിയും മറ്റുമൊക്കെയാണ്. ചെറിയ നേരിയ സാധനമാണെങ്കിൽ പിന്നെ പോയി കാണൂലല്ലോ. വസുന്നത്തൊ യഖ്റബ മിൻഹ, അതിൻ്റെ അടുത്ത് നിൽക്കലാണ് സുന്നത്ത്. അടുത്ത് നിന്നിട്ടില്ലെങ്കിൽ പിന്നെ പിശാച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കയറിക്കൂടും. പിശാച്ചിന് അവിടെ നിൽക്കാൻ വേറെ സ്ഥലം ഉണ്ടാക്കാൻ പാടില്ല. വേജാലുഹ അലാഹദി ഹാജിബൈഹി, രണ്ടാലൊരു ഭാഗത്താക്കലാണ് സുന്നത്ത്. നേരെ ബിംബാരാധനയൊക്കെ നേരെയാണല്ലോ ഉണ്ടാവുക. ബിംബത്തിനെ പൂജിക്കൽ നേരെ സെൻട്രലിൽ നിന്നിട്ടല്ലേ, അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി രണ്ടാലൊരു ഭാഗത്തേക്ക് ആക്കലും സുന്നത്താണ്. വേജാലുഹ ഫി അഹദി ഹാജിബൈഹി, ഹാജിബ് പറഞ്ഞാൻ്റെ ഭാഗം. വലാ യസ്മുദു ഇലൈഹ സ്വംദൻ, നേരെ ചൊവ്വ നിൽക്കാൻ പാടില്ല. അതിന് സ്വമത എന്ന് പറഞ്ഞാൽ ലാ യുഖാബിലുഹു മുസ്തബിയൻ മുസ്തഖീം എന്നർത്ഥം. നേരെ കറക്റ്റാക്കി നിൽക്കരുത്. അതാണ് ലാ യസ്മുദു ഇലൈഹ സ്വംദ എന്ന് പറഞ്ഞത്. വൈല്ല മെജിതമായ നുസ്ബുഹു, കുഴിച്ചിടാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഫൽ യഹുത്ത ഖത്തൻ, ഖത്ത യഹുത്തു, അതിന് അമ്രുൽ ഗായിബാണ്. ഫൽ യഹുത്ത ഖത്തൻ, ഒരു വരങ്ങ് വരച്ചോട്ടെ. അപ്പോൾ ആളുകൾ കാണുമല്ലോ ഇവനെന്തിനാ വര വരച്ചത്. ബിൽ അർളി, വീതിയിലൊരു വര വരയ്ക്കാം. മിസ്ലൽ ഹിലാലി, ഹിലാല് പോലെ. ഈ ഉദയചന്ദ്രൻ ഉണ്ടല്ലോ ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ ഉണ്ടാവുക, അതേമാതിരി വളഞ്ഞിട്ട് വീതിയിലൊരു വര. ഇപ്പം നമുക്ക് കുഴിച്ചിടാനൊന്നും കഴിയില്ലല്ലോ, ടൈൽസോ ഗ്രാനൈറ്റൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് കുഴിച്ചിടാനൊന്നും കഴിയില്ല. അപ്പോൾ നസ്ബ് ചെയ്യാൻ, നേരെ നിവർത്തി വെക്കാൻ പറ്റിയ ഒന്നും ഇല്ല എങ്കിൽ ഫലഹുത്ത ഖത്തൻ, ഒരു വര വരക്കട്ടെ. അങ്ങനെ ഏത് വിലതിൽ വില അറുത് വീതിയിൽ മിസ്രൽ ഹിലാല്, ഹിലാല് പോലെ. നമ്മുടെ മതബ് ഹിലാല് പോലെ വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, നേരെ ഒരു വര വരയ്ക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. വളക്കണം എന്ന് പറഞ്ഞില്ല, വില്ല് പോലെ ആക്കണ്ട. വൽ മുസ്തഹബ് തർക്കു ദഫ്ഇൽ മാറി, നടന്നു പോകുന്ന ആളെ തടുക്കാതിരിക്കലാണ് സുന്നത്ത്. അപ്പം ഇങ്ങനെയൊക്കെ വെച്ചു, മറ വെച്ചിട്ട് നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ മറ വെച്ചിട്ടില്ല, എന്തോ ആവട്ടെ, മുന്നിലൂടെ കടന്നു പോകുന്ന ആളെ തടുക്കാതിരിക്കലാണ് സുന്നത്ത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അടക്കവും ഒതുക്കുകയാണ് നിസ്കാരത്തിൻ്റെ ഒരു സ്വഭാവം. അപ്പം നബി തടുക്കട്ടെ എന്ന് പറഞ്ഞത് വേണമെങ്കിൽ തടുക്കാമെന്ന അർത്ഥത്തിലാണ്. ഹദീസിലുണ്ട് അവൻ തടുത്തു കൊള്ളട്ടെ എന്ന്, ഫല്യദ്ഫഉഹു എന്നൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാമെന്ന അർത്ഥത്തിലാണ്. തടുക്കൽ നിർബന്ധമൊന്നുമില്ല, തടുക്കാതിരിക്കലാണ് സുന്നത്ത്. നമ്മുടെ ഷാഫി മദബിൽ തടുക്കൽ തന്നെയാണ് സുന്നത്ത്. ആ തടുക്കന്നെ കുറേശ്ശെ ഇങ്ങോട്ട് ഓൻ നിൽക്കണില്ലെങ്കിൽ ഓനെ ഒരു അടിയാൻ കൊടുത്തു, അങ്ങനെ ജീവൻ പോവുകയാണെങ്കിൽ ഓന് നിലയും വിലയും ഉണ്ടാവില്ല എന്ന് വരെയുണ്ട്. കാരണം പാടില്ലാത്ത പണിയെടുത്തതല്ലേ. ഈ നമസ്കരിക്കുന്നവന്റെ മുന്നിൽ കൂടി നടന്നു പോകുന്നതിന്റെ ശിക്ഷ അറിയുമായിരുന്നെങ്കിൽ ഒരു കൊല്ലം വേണേലും അവിടെ നിന്നേരെന്ന വല്ല ഹദീസുണ്ടോ? അങ്ങനെ കുറേ ഹദീസുകളൊക്കെ ഉണ്ട്, കുറേ ഹദീസുകളുണ്ട് ആ വിഷയത്തിൽ. അപ്പം മുന്നോട്ട് നടന്നു പോലെ നടക്കൽ സുന്നത്താണെന്നാണ് നമ്മളെ മദ്ഹബ്. ഇവിടെ സുന്നത്ത് തടുക്കാതിരിക്കലാണ് സുന്നത്ത് എന്നാണ് ഹനഫി മദ്ഹബ്. അപ്പോൾ റുഖിസ ദഫ്ഉഹു, തടുക്കൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇളവ് നൽകപ്പെട്ടത്? ബിൽ ഇഷാറത്തി, കൈ കൊണ്ടോ തല കൊണ്ടോ കണ്ണുകൊണ്ടോ ഒക്കെ ആംഗ്യം കാണിച്ചിട്ട്, ഔ ബി തസ്ബീഹ്, അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലിയിട്ട്. നമ്മളെ മദ്ഹബ് തസ്ബീഹ് ചൊല്ലലൊന്നുമില്ല. ഏതായാലും രണ്ടാലൊന്നും മതി. വക്കുരിഹൽ ജമ്മ ബൈമ, രണ്ടും കൂടെ ചെയ്യൽ കറാഹത്താണ്. ഇഷാറത്തും തസ്ബീഹ് രണ്ടും കൂടി വേണ്ട, ഒന്ന് മതി. വയദ്ഫഉഹു ബി റഫ്ഇസ്
സൗത്ത് ബിൽ ഖിറാത്തി, ഉറക്കനെ ഓതിയാട്ടും വേണമെങ്കിൽ തടുക്കാം. ഒരാളിങ്ങനെ ഓതുകയാണ് എഹ്ദിന സിറാത്തൽ മുസ്തഖീം, അപ്പോൾ ഒരാൾ എഹ്ദിന സിറാത്തൽ മുസ്തഖീം, അപ്പോൾ അവിടെ തിരിയല്ല ആൾക്ക്. യദ്ഫഉഹു ബിറഫ്ഇ സൗത്ത് ബിൽ ഖിറാ, ഉറക്കനെ ഓതിയിട്ടും ഉറക്കനെ ഓതിയും ദഫ് ചെയ്യാം. പുരുഷനാണ് കേട്ടോ, പെണ്ണല്ലേ. യദ്ഫഉഹു എന്നാ പുരുഷൻ. വതദ്ഫഉഹു പെണ്ണ് ദഫ് ചെയ്യേണ്ട ബിൽ ഇഷാറത്തി, കണ്ണുകൊണ്ടോ കൈകൊണ്ടോ ഇഷാറത്താക്കിയാൽ, അല്ലെങ്കിൽ മുണ്ടോണ്ടോ എന്തുകൊണ്ടാക്കാം. അവി തസ്ഫീഖ് ബിളഹിരി അസാബിയൽ യുംന അലാ സുഫാത്തി കഫിൽ യുസ്ര, വലത് കൈയിൻ്റെ വിരലിൻ്റെ പുറഭാഗം കൊണ്ട് ഇടത് കൈയിൻ്റെ ഉൾഭാഗത്തിലടിക്കുക. അങ്ങനെ ഉണ്ടാവില്ലേ? വലത് കൈയിൻ്റെ പുറഭാഗം കൊണ്ട് ഇടത് കൈയിൻ്റെ ഉള്ളം കൈയിലടിക്കുക. നേരല്ല, രണ്ട് കൈ ഉൾക്കൈ ഉൾക്കൈ കൊണ്ട് അടിക്കുകയല്ല ചെയ്യുക. വലത് കൈയിൻ്റെ പുറം കൊണ്ട് ഇടത് കൈയിൻ്റെ ഉൾഭാഗത്തിലടിക്കുക. ഇത് സ്ത്രീക്കേ ഉള്ളൂ കേട്ടാ. വലാ തർഫഉ സൗത്തഹ, ശബ്ദം ഉയർത്തണ്ട. ലിഅന്നഹു ഫിത്ന, അത് ഫിത്തനയാണ്. നിസ്കാരത്തിലിപ്പോൾ എങ്ങനെ കൈ കൊട്ടുക? കൈ കൊട്ടുന്നതിൻ്റെ പേരാണ് ക്ലാപ്പ് ചെയ്യില്ലേ, ക്ലാപ്പ് ചെയ്യുന്നതിൻ്റെ പേരാണ് തസ്ഫീഖ് എന്ന് പറയാം. വലാ യുഖാത്തിലുൽ മാറ, നിസ്കരിക്കുന്നവൻ മുന്നുകൂടെ നടന്നു പോകുന്ന ആളോട് ഏറ്റുമുട്ടാനൊന്നും പോകണ്ട. ഒമാ വറദ ബിഹി, അങ്ങനെ ഏറ്റുമുട്ടണം എന്ന് വന്ന ഹദീസ് മുഅവ്വലുൻ, അതിന് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? ബിഅന്നഹു കാന, മുമ്പ് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു, പിന്നെ അത് മാറ്റിയിട്ടുണ്ട്. വല്ലഅമലു മുബാഹുൻ, ആ സമയത്ത് ഇത്തരം പ്രവൃത്തികളൊക്കെ അനുവദനീയമായിരുന്നു. വഖദ് നുസിഖ, ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതൊക്കെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. നമ്മളെ മദ്ഹബിൽ അങ്ങനെ ദുർബലപ്പെടുത്തിയിട്ടില്ല, വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അമൽ ചെയ്യാം, തടുക്കാം, മുഖാതലത്ത് ചെയ്യാം, പോരാട്ടം നടത്താം. കൊല്ലപ്പെട്ടാൽ അവൻ്റെ രക്തത്തിന് വരി ഉണ്ടാവില്ല. വലാ യുഖാത്തിലുൽ മാറ വമാ വറദ ബിഹി, അങ്ങനെ അവൻ വിസമ്മതിച്ചാൽ ഫൽ യുഖാത്തിലുഹു, അവനോട് യുദ്ധം ചെയ്യട്ടെ, അവനോട് കലഹത്തിലേർപ്പെടട്ടെ. ഫൈന്നമാഹു ഷെയ്ത്താൻ, ഹദീസൊക്കെ ഉണ്ടോ, ഷെയ്ത്താനാണ്. അതൊക്കെ മുഅവ്വലുൻ തെവീൽ ചെയ്യപ്പെടണം. എങ്ങനെ തെവീൽ? ബിഅന്നഹു ഖാന വൽ അമലു മുബാഹുൻ, അതൊക്കെ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ നിസ്കാരത്തിനോട് എതിരായിട്ടുള്ള പ്രവൃത്തികളൊക്കെ അനുവദനീയമായിരുന്ന ആ സമയത്തുള്ളതാണ്. വഖദ് നുസിഖ, അതൊക്കെ എന്തായിട്ടുണ്ട്? നസ്ഖ് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. നിസ്കരിക്കുന്നവന് കറാഹത്തില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമു നൽകട്ടെ, ഹിഫ്ളും ഫഹ്മും നൽകട്ടെ. ആമീൻ. മഹാന്മാരായ മദ്ഹബിൻ്റെ ഇമാമികളോടുകൂടി അള്ളാഹു നമ്മളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഇത് ഖിയാമത്ത് നാളിൽ നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ളൊരു ഹുജ്ജത്തായി അള്ളാഹു അവശേഷിപ്പിക്കട്ടെ. ഇത് കാരണമായി നമ്മുടെ ഫിഖ്ഹിൻ്റെ മസലകളെ പ്രചരിപ്പിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഉലമാഇൻ്റെ മർത്തബയിൽ ദറജയിൽ അള്ളാഹു സ്വർഗ്ഗലോകത്ത് അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അതിലേക്ക് അള്ളാഹു നമ്മളെ ഉയർത്തട്ടെ. ബിഫദ്ലിക വകറമിക യാ അക്രമൽ അക്രമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.